എടേ, നീ ആ ബുക്ക് ഷോപ്പറിൽ ഇരുന്ന വാഴപ്പിണ്ടി കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഒന്നും കാണാനില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് എവിടെ പോകാനാന്നേ? അമ്മ പോയിട്ട് വെച്ചെടുത്ത് നോക്കിയേ. ഞാൻ അവിടെ മൊത്തം നപ്പി, കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. കൈമാറി എവിടെയെങ്കിലും വെച്ച് പോയിട്ടുണ്ടാവും. ആ സ്റ്റോർ റൂമിൽ നോക്കിയോ? നീ അതെടുത്ത് കളഞ്ഞു കാണും. എവിടെയാന്ന് വെച്ചാ പറ കുഞ്ഞെന്ന്. ഞാൻ കളഞ്ഞിട്ടില്ല അമ്മേ. പിന്നെ അത് എവിടെ പോകുന്നേ? ആ എന്നാ തനിയെ കയ്യും കാലും വെച്ച് നടന്നങ്ങ് പോയിട്ടുണ്ടാവും. എത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന നേരം കൊണ്ട് അതൊന്ന് നോക്കിയാ പോരെ എവിടെയാ വെച്ചതെന്ന്. പോരെ, പോയി നോക്കിയിട്ട് വാ. പോ. ഞാൻ ഇത്ര നേരം അവിടെ കിടന്ന് നോക്കുമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് പറയാതെ സത്യം അങ്ങോട്ട് പറഞ്ഞാലെന്താ? ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല അല്ല പിന്നെ എങ്ങോട്ട് പോവാനാ? അത് അടി ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ വന്നോളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് അടി ഉണ്ടാക്കാനായിട്ട്. ഇത് എന്തോ നിങ്ങൾ രണ്ടും കൂടെ കാണുന്ന എപ്പോഴും ഒച്ച മേളം വെക്കുന്നേ? ഒന്ന് ചാന്തിന് നിങ്ങളെ ഒന്നിച്ച് കാണാൻ പറ്റുമോ? എടാ വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുവാടാ. എന്നാ അച്ഛമ്മേ? എടാ ആ വാഴപ്പിണ്ടി എടുത്ത് നീ കളഞ്ഞോടാ. ഈ അച്ഛമ്മ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന വാഴപ്പിണ്ടിയാ? അതെ മക്കളെ, ഞാൻ കളഞ്ഞിട്ടില്ല. അതവിടെ പോയി. നിന്റെ അമ്മ എടുത്ത് കളഞ്ഞു. ചോദിച്ചു നോക്ക്. അമ്മേനെ കുമ്മ. എന്തോ അമ്മ ആ വാഴപ്പിണ്ടി എടുത്ത് കളഞ്ഞത്? എടാ ഞാൻ കളഞ്ഞിട്ടില്ലടാ. എത്ര പ്രാവശ്യമായിട്ടാ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നേ. പിന്നെ അമ്മയല്ലേ പറഞ്ഞ അരിയാൻ വയ്യ വെക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു കിടന്ന് അടി ഉണ്ടാക്കി. അതിന്റെ അച്ഛനായിരിക്കും എന്നാ പിന്നെ. വാഴപ്പിണ്ടി കളഞ്ഞ മോനെ അച്ഛനെ വിളിക്കുന്ന. എടാ സഞ്ജു, നിന്റെ അച്ഛൻ എന്താ എന്നോട് പറഞ്ഞതെന്നറിയാ? നീ അതൊന്നും പാകം ചെയ്തൊന്നും കൊടുക്കേണ്ട, എടുത്ത് കളഞ്ഞെന്ന് എന്നോട് പറഞ്ഞതാ. ആ മരം കൂടെ അങ്ങനെ പറഞ്ഞ? ആ പറഞ്ഞു. എന്നാ അച്ഛമ്മേ? അച്ഛനാ? അതിന് അച്ഛനും ഇവിടെ ഇല്ലല്ലോ. ആ അതിന് അച്ഛനോട് ഇല്ലല്ലോ. ഞാനെന്താ വേണ്ടേ? അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. എന്തോ അമ്മ ആ ഇവള് തന്നെ കളഞ്ഞിട്ട് ഇവള് കിടന്നോണ്ട് അഭ്യാസം കാണിക്കുക. നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങൾ ഞാൻ സ്വയം ഇങ്ങനെ ഏറ്റെടുക്കണേ അല്ലെ? ചെയ്യാത്ത കാര്യത്തിന് പിന്നല്ലാതെ എവിടെ പോവാനാന്നേ? നിങ്ങൾ വായ്പിണ്ടി എവിടെയാന്ന് വെച്ചാൽ തപ്പി തപ്പി നടക്ക്. എനിക്ക് അതല്ലേ പണി. എന്നാലും അച്ഛമ്മ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ. അത് ആരെടുത്ത് കളഞ്ഞ് ഈ മഹാഭാവം ചെയ്തത്? വേറെ ആരാ? നിന്റെ തള്ള തന്നെ അല്ല പിന്നെ ആരാടാ? എന്നാ ചെക്കനോട് പറഞ്ഞോട്. എന്നാ നിങ്ങൾ ചെക്കനോട് പറഞ്ഞു കൊടുത്തില്ലേ? എന്റെ ചെക്കനെ അങ്ങനെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. തള്ള പോലും ഈ കട്ടവരൊക്കെ എപ്പോഴും ഈ തുള്ളല് വരുന്നത് വേറെ ആർക്കൊന്നും അല്ല. എന്റെ അവൻ തുള്ളലാഞ്ഞ നിനക്കല്ലേ ഈ തുള്ളല് വരുന്നത്? കട്ട് കളഞ്ഞെടുത്ത് ദൂരോട്ട് ഇറങ്ങിട്ടാ നിനക്ക് തുള്ളല് വരുന്നത്. ഞാൻ ചോദിച്ചതിന്റെ പേരില് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അന്തസ്സോടെ ചെയ്തിരുന്നു ഞാൻ പറയും. ചെയ്യാത്ത കാര്യങ്ങൾ എന്നെ അടിച്ചേൽപ്പിക്കുമ്പോ എനിക്ക് ദേഷ്യം വരുന്നത്. വായ്പിണ്ടി കൊണ്ടുവരുമ്പോ അത് ചുമന്നോണ്ട് വരുന്നവരുടെ അറിയാം ബുദ്ധിമുട്ട്. വണ്ടിയും കയറി എന്ത് ബുദ്ധിമുട്ടത്? ഇല്ല ബസ്സിൽ കയറ്റി കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇല്ല ഇവിടെ കാർ ഉണ്ടായിട്ടില്ലേ? കാറിൽ പോയാ പോരെ. എന്നെ ബസ്സിൽ എന്തേക്കണ അന്നേ പോയെ. പെട്രോളിന് പൈസ കൊടുക്കാൻ നിന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? അറിയുന്ന കേട്ടില്ലടാ. തൊട്ടേനും തൊടുന്നതിലും എന്റെ അച്ഛൻ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതാന്നില്ല അന്തസ്. വാഴപ്പിണ്ടി പോയ പിന്നെ അച്ഛമ്മക്ക് സങ്കടം വരുത്തില്ല. എടാ വായ്പിണ്ടി എന്റെ അച്ഛനും ഒരേപോലെയാടാ. നീ എന്താണ് പറഞ്ഞപ്പോ? അപ്പൂപ്പ വാഴപ്പിണ്ടിയാന്നല്ല ഞാൻ പറഞ്ഞത്. അത് അച്ഛമ്മ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന വാഴപ്പിണ്ടി അല്ലേ അമ്മ? അപ്പൊ അച്ഛമ്മക്ക് സങ്കടം വന്ന അമ്മ ക്ഷമയില്ല. അമ്മ പൊക്കോ. അല്ല നീ ഇതലക്കോ? ഇല്ല അച്ഛമ്മ എനിക്ക് സൗകര്യമില്ല. വെറുതെങ്കിലും ഉള്ള പണി എടുക്കുകയും ചെയ്യണം, എന്നിട്ട് ഉള്ള ചീത്തയും കേൾക്കണം. എന്താ ഇത്? ഞാൻ അലക്കാം. പൊക്കോ. പൊക്കോ അങ്ങോട്ട്. അവളെ അനർക്കിക്കോളാം. പോ, നീ ഇറങ്ങിപ്പോ. അവൻ അലക്കിക്കോളും. എന്നാ പിന്നെ ഉറപ്പാച്ചമ്മേ ആ കൃഷ്ണായിരിക്കും. അവക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലടാ അവനെ. ധൈര്യത്തിന്റെ അല്ല അച്ഛമ്മേ. അവളല്ലേ വന്നപ്പോഴേ പറഞ്ഞത് ഓക്കാനിക്കാൻ വരുന്നു മണം വരുന്നു. അവള് തന്നെ എടുത്ത് കളഞ്ഞു കാണും. അവളൊന്നും ഇല്ല. കളഞ്ഞ ആള് ഇവിടെ തിന്നോട്ട് പൊട്ടിയിട്ടുണ്ട്. ഒന്ന് സോപ്പിട്ട് നല്ലോണം വരച്ചടാ. അവളല്ലെങ്കിൽ പിന്നെ വേറെ ആര് കളയാൻ? അല്ലെങ്കിൽ പിന്നെ വേറെ ആര് കളയാൻ? അമ്മ കളയും. അച്ഛനൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല. സോപ്പ് നല്ലോണം പതക്കട്ടെ. ഇങ്ങനെ 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 വരക്കടാ. അമ്മ പൊക്കോ. ഞാൻ അലക്കോളാം. അമ്മ പൊക്കോ. അലക്ക്. ചുമ്മാ എന്റെ പൊന്നെ പാവം. അത്രയും നല്ല വാഴപ്പിണ്ടി. എന്തോരം കഷ്ടപ്പെട്ടു. എന്റെ ആങ്ങളെയാണ് അത് വെട്ടാനും പിടിക്കാനും എന്തോരം പാടുപെട്ടാ അതെനിക്ക് ആ ബിഷോപ്പറിലാക്കി തന്ന് കൊണ്ട് കഴിച്ചോടി പെങ്ങളെന്ന് പറഞ്ഞോണ്ട് കൊടുത്തു വിട്ടതാ. ഇപ്പൊ ഞാൻ അവിടെ മുഴുവൻ തപ്പി കാണാനില്ല. പാവം അപ്പൂപ്പൻ. ഇതാ ഞാൻ അവിടുന്ന് ഒന്നും കൊണ്ടുവരാത്തത്. അല്ലേ നിങ്ങൾ അവിടുന്ന് മല മറിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുന്നേ? ഓ കൊണ്ടുവന്നല്ല മറന്നുപോയോ? ഞാൻ കൊണ്ടുവന്നൊക്കെ
ഞാൻ ഇവിടെ ഉരിച്ചു വെച്ച തേങ്ങ വെച്ചും കട്ടിച്ചോണ്ടല്ലേ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്? എന്നാ ഒച്ചയായത്, നാട്ടുകാർ മൊത്തം കേൾക്കുമല്ലോ. ആ, അല്ല അവിടുത്തെ ആ മൂല കിട്ടപ്പോ 15 തേങ്ങ എവിടെ എവിടെ? എടി, കട്ട് വിറ്റില്ലെടി. എടി, നീ വർത്താനം പറയ്. നീ അത് കട്ട് വിറ്റില്ലെടി. നീ അത് കട്ട് വിറ്റ് ആ കൂടോത്രയ്ക്ക് ഇതൊക്കെ കൊടുക്കുന്ന ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. നീ എന്നെയാണ് അഭ്യാസം പഠിപ്പിക്കുന്നത്. അയ്യടാ, തേങ്ങ വിറ്റ് ജീവിക്കേണ്ട അവസ്ഥയല്ലേ എനിക്ക്. അത് പോയ ഇവിടെ പല ഉടുപ്പുകളും മാറി മാറി ഇടുന്ന എന്താ, ഇവിടെ കിടക്കുന്ന തേങ്ങ എല്ലാം വിറ്റ് കാശാക്കിയിട്ടാ ഞാൻ ഇത് കാണുന്നില്ലെന്ന് വെച്ചു. പിന്നെ മരുമോളല്ലേന്ന് വെച്ചോണ്ട് മിണ്ടാണ്ടിരിക്കുക ഞാൻ. അതെ, നിനക്ക് അതല്ലേ പണി, കട്ടിട്ട് ഉടുപ്പ് വാങ്ങിയിടേണ്ട അവസ്ഥ എനിക്ക്. നിങ്ങൾ ഇങ്ങനെ വേണം എപ്പോഴും അടിയുണ്ടാക്കാൻ. ഞാൻ എങ്ങനെ ഒരു പെണ്ണിനെ വിളിച്ചിറക്കൊണ്ട് വരും? എനിക്ക് നാണക്കേടല്ലേ? എന്താ പറഞ്ഞ? ഭാവിയിലെ കാര്യം പറഞ്ഞേ. പിന്നെ അവനെ പെണ്ണ് കെട്ടണ്ടേ? എനിക്ക് പെണ്ണ് കെട്ടണ്ടേ? അത് കൊള്ളാമല്ലോ. ഇവിടെ കെട്ടിയ ഞാനോ എന്നിട്ടാണുള്ളത്. നീ കെട്ടം ഇതുപോലെ എടാ നിന്റെ പെണ്ണിനോട് ഇവിടെ ഇങ്ങനെ പോരു കുത്തും കേട്ടാ. ഇവിടെ ഭയങ്കരിയാ. എനിക്കറിയാം എങ്ങനെ നിക്കണം. എന്തായാലും നിങ്ങൾ നിൽക്കുന്ന പോലെ ഞാൻ ഞാനൊന്നും നിന്നോട് എടുക്കാറില്ലല്ലോടി. എന്തെങ്കിലും ഞാൻ വരുന്നുണ്ടോടി. ഞാൻ വല്ലയിടത്തും കുത്തിയിരിക്കുള്ളൂ. എന്നെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് വരുമ്പോ എനിക്ക് ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിലേ ഉള്ളൂ. എന്നാലോ വാഴപ്പിണ്ടി. അതെ മക്കളെ, നാട്ടിൽ ആരുമില്ല, ഏടിയില്ലാത്ത ഒരു അമ്മയമ്മ. ഓ, ഇതുപോലത്തെ മനുവോളെ കെട്ടായിരിക്കും മോനെ. ഇതുപോലത്തെ സാധനത്തിന് വലിച്ചോണ്ട് വരില്ല കേട്ടാ ഈ സ്വഭാവക്കാരിയെ. നല്ല തങ്കപ്പെട്ട പെണ്ണും. എന്റെ ചെക്കൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട് പഠിക്കാൻ പോകുന്ന അത്ര അമ്മയമ്മ എങ്ങനെയാന്ന് കാണാൻ പോരെ പോണം. പൂരം പറഞ്ഞറിയിക്കടാ. വാഴപ്പിണ്ടി വാഴപ്പിണ്ടിയുടെ കാര്യം വിടറ. എന്നെ എനിക്ക് ദേഷ്യം പിടിപ്പിക്കില്ല. വാഴപ്പിണ്ടി അവള് കളഞ്ഞു, അത് നശിപ്പിച്ചു. ഇത് നല്ല വൃത്തിയിൽ ഒലിമ്പി എടുത്തിട്ട് വിരിച്ചിടാൻ കൊടുക്കതാ വെറുതെ ഇരിക്കുന്ന. എനിക്ക് സൗകര്യമില്ലടി. അയ്യോ മറികടാ, ഞാനൊക്കെ കൊടുപ്പാ. വേണ്ട പൊക്കോ. ചെയ്യോ? ആ, വാഴപ്പിണ്ടി കിട്ടും. ഒരു അമ്മായിയമ്മയും ഒരു മോൾ.